DES അതായത് ഡാറ്റ എൻക്രിപ്ഷൻ സ്റ്റാൻഡേർഡ്. DES എന്ന് പറഞ്ഞാൽ ഒരു ബ്ലോക്ക് സൈഫർ അൽഗോരിതമാണ്. അതായത് 64 ബിറ്റായിട്ടുള്ള പ്ലെയിൻ ടെക്സ്റ്റിനെ കൺവേർട്ട് ചെയ്ത് 64 ബിറ്റായിട്ടുള്ള സൈഫർ ടെക്സ്റ്റാക്കി മാറ്റുന്നു യൂസിങ് 48 ബിറ്റ്സ് ഉപയോഗിച്ച്. ഇതിൻ്റെ മറ്റൊരു പേരാണ് ഡാറ്റ എൻക്രിപ്ഷൻ അൽഗോരിതം, അതായത് DEA. ഇതൊരു സിമ്മട്രിക് കീ അൽഗോരിതമാണ്, വിച്ച് മീൻസ് സെയിം കീ ഉപയോഗിച്ച് തന്നെ ഡാറ്റേനെ എൻക്രിപ്റ്റും ചെയ്യുന്നു, ഡീക്രിപ്റ്റും ചെയ്യുന്നു. ഡാറ്റ എൻക്രിപ്ഷൻ എന്ന് വെച്ചാൽ ഇതിൽ രണ്ട് ഇൻപുട്ട് ഉണ്ട്. എൻക്രിപ്ഷൻ ഫംഗ്ഷൻ രണ്ട് ഇൻപുട്ട് ഉണ്ട്. അതായത് ഒന്നാമത്തെ പ്ലെയിൻ ടെക്സ്റ്റും രണ്ടാമത്തെ കീയും. ഇത് ഫോളോ ചെയ്യുന്നത് ഫീസ്റ്റൽ സ്ട്രക്ചറിനെ അനുസരിച്ചാണ് ഇത് ചെയ്യുന്നത്. അതായത് പ്ലെയിൻ ടെക്സ്റ്റ് 64 ബിറ്റാണ്. ഈ പ്ലെയിൻ ടെക്സ്റ്റ് 16 റൗണ്ടിൽ പെർഫോം ചെയ്യുന്നു. അതായത് 16 റൗണ്ട് ഉണ്ട്. അതുപോലെ കീയുടെ സൈസ് 64 ബിറ്റ് ലെങ്ത് ആണ്. സോ ഓരോ കീയിലും 64 കീ പെർഫോം ചെയ്യാനായിട്ട് 16 സബ് കീസ് ആവശ്യമുണ്ട്. സോ സബ് കീയുടെ സൈസ് 48 ബിറ്റ് ആണ്. അതായത് റൗണ്ട് 1-ൽ 48 ബിറ്റ്സ് വരുന്നു, റൗണ്ട് 2-ൽ 48 ബിറ്റ്സ് വരുന്നു, അങ്ങനെ 16 റൗണ്ടിൽ 48 ബിറ്റ്സ് വരുന്നു. അതുകൊണ്ടാണ് 16 സബ് കീസ് ഉപയോഗിക്കുന്നത്. ഇതാണ് ജനറൽ സ്ട്രക്ചർ ഓഫ് DES എൻക്രിപ്ഷൻ അൽഗോരിതം. അതായത് 64 ബിറ്റ് പ്ലെയിൻ ടെക്സ്റ്റ് ഉണ്ട്, അതിനെ ഇനീഷ്യൽ പെർമ്യൂട്ടേഷൻ ചെയ്യുന്നു. ഇനീഷ്യൽ പെർമ്യൂട്ടേഷൻ എന്ന് വെച്ചാൽ റീഅറേഞ്ച്മെന്റ് ആണ്, അതായത് ബിറ്റ്സിനെ റീഅറേഞ്ച്മെന്റ് ചെയ്യുന്നു. ഇത് പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള പെർമ്യൂട്ടേഷൻ ആണ്. അപ്പോൾ ഇനീഷ്യൽ പെർമ്യൂട്ടേഷൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 64 ബിറ്റായിട്ട് കിട്ടുന്നു. ആ 64 ബിറ്റിനെ റൗണ്ട് 1-ലേക്ക് കൊടുക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ 16 റൗണ്ട് ഉണ്ട്, അതിൽ ആദ്യത്തെ റൗണ്ട് 1-ലേക്ക് കൊടുക്കുന്നു. സോ പ്ലെയിൻ ടെക്സ്റ്റിനെ കൺവേർട്ട് ചെയ്ത് സൈഫർ ടെക്സ്റ്റ് ആക്കാൻ നമുക്ക് കീയുടെ ആവശ്യമുണ്ട്. സോ 64 ബിറ്റ് കീ ഉപയോഗിക്കുന്നു. അതിനെ പെർമ്യൂട്ടഡ് ചോയ്സ് 1-ലേക്ക് കൊടുക്കുന്നു. പെർമ്യൂട്ടഡ് ചോയ്സ് 1 എന്ന് വെച്ചാൽ അതായത് 8ാമത്തെ ബിറ്റ്സ് ഓരോന്നിനും, അതായത് 8, 16, 32, 48, 64 അങ്ങനെ ഉള്ളതിൽ എല്ലാത്തിൻ്റെയും 8ാമത്തെ ബിറ്റ്സ് എറർ ചെക്കിംഗ് ബിറ്റ്സ് ആണ്. സോ എല്ലാത്തിൻ്റെയും 8 ബിറ്റ്സ് റിമൂവ് ചെയ്ത് കളയുന്നു, 8ാമത്തെ ബിറ്റ്സ് റിമൂവ് ചെയ്ത് കളയുന്നു. അങ്ങനെ 8 ബിറ്റ്സ് റിമൂവ് ചെയ്ത് കളയുമ്പോൾ നമുക്ക് 56 ബിറ്റായിട്ട് കിട്ടുന്നു. അതിനെ ലെഫ്റ്റ് സർക്കുലർ ഷിഫ്റ്റ് ചെയ്യുന്നു. എന്ന് വെച്ചാൽ അതിൻ്റെ ബിറ്റ്സിനെ ഒന്നുകൂടി ഷിഫ്റ്റ് ചെയ്ത് 56 ബിറ്റിനെ പെർമ്യൂട്ടഡ് ചോയ്സ് 2-ലേക്ക് കൊടുക്കുന്നു. വീണ്ടും 8 ബിറ്റ്സ് റിമൂവ് ചെയ്ത് കളയുന്നു. അങ്ങനെ 48 ബിറ്റ്സ് കിട്ടുന്നു. അതാണ് കീ 1 ആയിട്ട് വരുന്നത്, റൗണ്ട് 1-ലേക്ക് വരുന്നത്. അതുപോലെ തന്നെ സെയിം ആയിട്ട് തന്നെ ലെഫ്റ്റ് സർക്കുലർ ഷിഫ്റ്റ് 2 ചെയ്യുന്നു. വീണ്ടും 56 ബിറ്റ്സിനെ ലെഫ്റ്റ് സർക്കുലർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ വീണ്ടും ബിറ്റ്സിനെ ഷിഫ്റ്റ് ചെയ്യുന്നു. പെർമ്യൂട്ടഡ് ചോയ്സ് 2-ലേക്ക് കൊടുക്കുന്നു. 48 ബിറ്റ്സ് വരുന്നു. അത് രണ്ടാമത്തെ കീ. അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് വരുമ്പോൾ 16th ബിറ്റ്, അതായത് 16th ബിറ്റ് ഔട്ട്പുട്ട് 64 ബിറ്റ് കിട്ടുന്നു. അതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് 32 ബിറ്റ്സ് സ്വാപ്പിംഗ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് 64 ബിറ്റ് തന്നെ കിട്ടുന്നു. അതിനെ ഇനീഷ്യൽ പെർമ്യൂട്ടേഷൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 64 ബിറ്റ് സൈഫർ ടെക്സ്റ്റ് ആയിട്ട് കിട്ടുന്നു. ഇനി നമ്മൾ അടുത്ത പറയാൻ പോകുന്നത് റൗണ്ട് 1-ൽ നടക്കുന്ന കാര്യങ്ങളാണ്. നെക്സ്റ്റ് ഈസ് റൗണ്ട് 1-ൽ നടക്കുന്ന കാര്യങ്ങളാണ്. ഈ ഫിഗർ പറയുന്നത് സിംഗിൾ റൗണ്ട് ഓഫ് DES അൽഗോരിതം ആണ്. അതായത് Li-1 Ri-1. അതായത് നമ്മളിപ്പോൾ റൗണ്ട് 2 ആണ് എടുക്കുന്നതെങ്കിൽ Li-1 Ri-1 എന്ന് വെച്ചാൽ പ്രീവിയസ് റൗണ്ട്, അതായത് റൗണ്ട് 1. അതായത് റൗണ്ട് 1-ലെ ലെഫ്റ്റ് ഹാഫും റൈറ്റ് ഹാഫാണ് Li-1 Ri-1 കൊണ്ട് ഉദ്ദേശിച്ചത്. അത് 32 ബിറ്റ് 64 ബിറ്റിനെ രണ്ടെണ്ണമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് 32 ബിറ്റും അതിലെ 32 ബിറ്റ് റൈറ്റ് ഹാഫിലുള്ളത്, അതായത് Ri-1-നെ 32 ബിറ്റിനെ എക്സ്പാൻഡ് ചെയ്യുന്നു. എക്സ്പാൻഷൻ പെർമ്യൂട്ടേഷൻ ചെയ്ത് അതിനെ 48 ബിറ്റ്സാക്കി മാറ്റുന്നു. അതായത് 16 ബിറ്റ് ആഡ് ചെയ്യുന്നു. അതിനെ എക്സോർ ചെയ്യുമ്പോൾ ഈ പ്ലെയിൻ ടെക്സ്റ്റിലെ 64 ബിറ്റ്സ്, പ്ലെയിൻ ടെക്സ്റ്റിൽ നിന്ന് വരുന്ന 48 ബിറ്റ്സും സൈഫർ കീയിൽ നിന്ന് വരുന്ന 48 ബിറ്റ്സും ഇത് ചെയ്യണം, സെയിം ആക്കണം. സോ ഇതിൽ നിന്ന് എങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ മറ്റേതുപോലെ തന്നെ 56 ബിറ്റിനെ രണ്ടെണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. 28 ബിറ്റ്സ്. അതിൽ Ci-1 Di-1. അതായത് Ci-1 Di-1 ഉദ്ദേശിക്കുന്നത് പ്രീവിയസ് റൗണ്ടിലെ കീനെയാണ് ഉദ്ദേശിച്ചത്. അതിനെ ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്യുന്നു, എന്നിട്ട് പെർമ്യൂട്ടേഷൻ ചെയ്യുന്നു. അതായത്
പെർമ്യൂട്ടേഷൻ ചോയ്സ് 2 കൊടുക്കുന്നു. 56 ബിറ്റിനെ ചെറുതാക്കി, അതായത് 8 ബിറ്റ്സ് റിമൂവ് ചെയ്ത് കളഞ്ഞ് ബാക്കി 48 ബിറ്റ്സ് ആക്കി കിട്ടുന്നു. അതാണ് ഒരു കീ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ എക്സോറിൽ നിന്ന് ഈ 48 ബിറ്റ്സിനെ സബ്സ്റ്റിറ്റ്യൂഷൻ ചോയ്സ് പെർമ്യൂട്ടേഷൻ ചെയ്യുന്നു. അതായത് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് വെച്ചാൽ എക്സ് ബോക്സ് പെർമ്യൂട്ടേഷൻ ആണ്. ആ 48 ബിറ്റ്സിൽ നിന്ന് 48 ബിറ്റ്സിനെ 32 ബിറ്റ്സ് ആക്കി മാറ്റുന്നു. അതിനെ പെർമ്യൂട്ടേഷൻ ചെയ്ത് വീണ്ടും 32 ബിറ്റ്സ് ആക്കുന്നു. എന്നിട്ട് എക്സോറിലേക്ക് കൊടുക്കുന്നു. ഇവിടെ പ്രീവിയസ് ബിറ്റ്സ്, അതായത് LI-1 എന്ന് വെച്ചാൽ പ്രീവിയസ് ബിറ്റ്സ് റൗണ്ട് 1, അതായത് റൗണ്ട് 1 LI-1 എക്സോറിലേക്ക് ചെല്ലുന്നു. എക്സോറിൽ നിന്ന് ഈ 32 ബിറ്റ്സിനെ എക്സോർ ചെയ്തിട്ട്, അതായത് കീ മിക്സിങ് ചെയ്തിട്ട്, എക്സോർ എന്ന് വെച്ചാൽ കീ മിക്സിംഗ് ആണ്, അതായത് കീ മിക്സിംഗ് ചെയ്തിട്ട് RI ആക്കി മാറ്റുന്നു. RI എന്ന് വെച്ചാൽ റൗണ്ട് 2 ആണ് ഉദ്ദേശിക്കുന്നത്. ഇനി റൗണ്ട് 2 റൈറ്റ് ഹാഫ് ആണ് RI. റൗണ്ട് 2 ലെഫ്റ്റ് ഹാഫ് LI കിട്ടണമെങ്കിൽ അതായത് റൗണ്ട് 1 റൈറ്റ് ഹാഫ്, അതായത് RI-1 ആണ് നെക്സ്റ്റ് റൗണ്ടിലെ ലെഫ്റ്റ് ഹാഫ്, റൗണ്ട് 2 ലെഫ്റ്റ് ഹാഫ് ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെയാണ് കീയുടെ കാര്യം. അതായത് കീ ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്ത് അതായത് പെർമ്യൂട്ടഡ് ചോയ്സ് 2 കൊടുത്ത് അതിനുശേഷം വീണ്ടും CI/DI എന്ന് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് നെക്സ്റ്റ്, അതായത് റൗണ്ട് 2 കീസിനെയാണ് CI/DI കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇതിന്റെ ഓവറോൾ പ്രോസസ്സിംഗ് ആണ്, ഓരോ റൗണ്ടിൽ നടക്കുന്ന ഓവറോൾ പ്രോസസ്സിംഗ് ആണ്. അതായത് LI എന്ന് വെച്ചാൽ റൗണ്ട് 2, നമ്മളിവിടെ കൺസിഡർ ചെയ്ത റൗണ്ട് 2 ആണ്. അപ്പോൾ റൗണ്ട് 2 ലെഫ്റ്റ് ഹാഫ് ആണ് LI എന്ന് പറഞ്ഞാൽ റൗണ്ട് 1 അതായത് പ്രീവിയസ് റൗണ്ടിലെ RI-1 ആണ്. സോ LI ഈസ് ഈക്വൽ ടു RI-1. അതുപോലെ തന്നെ റൈറ്റ് ഹാഫിലെ RI കണ്ടുപിടിക്കാനായിട്ട് പ്രീവിയസ് റൗണ്ടിൽ ലെഫ്റ്റ് ഹാഫ് ആയ LI-1, ഈ LI-1 എക്സോർ ചെയ്യുന്നു. അതായത് റൗണ്ട് 1 RI-1 അതുപോലെ തന്നെ കീയും തമ്മിൽ എക്സോർ ചെയ്തതിന് ശേഷം നമുക്ക് അതായത് റൗണ്ട് 2 റൈറ്റ് ഹാഫ് കിട്ടുന്നു. അതായത് അതിൻ്റെ ഇക്വേഷനാണ് RI ഈസ് ഈക്വൽ ടു LI-1 എക്സോർ F RI-1 KI. ഇതാണ് ഇതിന്റെ ഓവറോൾ പ്രോസസ്സിംഗ്. അതായത് ഓരോ റൗണ്ടിലെയും ഓവറോൾ പ്രോസസ്സിംഗ് ആണ് ഇവിടെ ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്. അതുപോലെ തന്നെ ഇത് ഒരു റൗണ്ടിൽ പെർഫോം ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞത്. ഇതുപോലെ തന്നെ റൗണ്ട് 2, റൗണ്ട് 3, 16 റൗണ്ടിലും 16 റൗണ്ടിലും ഈ ഒരു മെത്തേഡ് തന്നെയാണ്. എല്ലാ റൗണ്ടിലും ഈ ഒരു മെത്തേഡ് നടക്കുന്നു. അതായത് നെക്സ്റ്റിൽ ഈ ഇനീഷ്യൽ പെർമ്യൂട്ടേഷൻ. അതായത് ഇനീഷ്യൽ പെർമ്യൂട്ടേഷൻ എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞതാണ്. അതായത് ബിറ്റ്സിനെ റീഅറേഞ്ച് ചെയ്യുന്നു. അതായത് ഇത് പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ടേബിളാണ് ഇനീഷ്യൽ പെർമ്യൂട്ടേഷന്റെ. അതായത് ഫസ്റ്റ് ബിറ്റിന്റെ പൊസിഷനിൽ 58 ബിറ്റ് വരുന്നു, രണ്ടാമത്തെ പൊസിഷനിൽ 50 ബിറ്റ് വരുന്നു. അങ്ങനെ റീഅറേഞ്ച് ചെയ്ത് ലാസ്റ്റ് 64th പൊസിഷനിൽ 7th ബിറ്റ് വരുന്നു. ഇതാണ് ഇനീഷ്യൽ പെർമ്യൂട്ടേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ഇനീഷ്യൽ പെർമ്യൂട്ടേഷന്റെ ഒരു പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ടേബിളാണ്. അതുപോലെ തന്നെ ഇതാണ് പെർമ്യൂട്ടഡ് ചോയ്സ് 1. അതായത് 64 ബിറ്റിനെ പെർമ്യൂട്ടഡ് ചോയ്സ് 1 ചെയ്ത് 56 ബിറ്റ് ആക്കുന്നു. അതായത് 8 ബിറ്റ്സ് റിമൂവ് ചെയ്ത് കളയുന്നു. എല്ലാത്തിന്റെയും 8ാമത്തെ ബിറ്റ് റിമൂവ് ചെയ്ത് ഈ 56 ബിറ്റിനെ ലെഫ്റ്റ് സർക്കുലർ ഷിഫ്റ്റ് ചെയ്യുന്നു. ലെഫ്റ്റ് സർക്കുലർ ഷിഫ്റ്റ് എന്ന് വെച്ചാൽ ഇതാണ് ഷെഡ്യൂൾ ഓഫ് ലെഫ്റ്റ് സർക്കുലർ ഷിഫ്റ്റ്. അതായത് റൗണ്ട് 1 ബിറ്റ്സ് 1 ഒരു ബിറ്റ്സ് മാത്രം ഷിഫ്റ്റ് ചെയ്യുന്നുള്ളൂ. റൗണ്ട് 2 ഒരു ബിറ്റ്സ് തന്നെ. അതുപോലെ റൗണ്ട് 3 തുടങ്ങി റൗണ്ട് 10 വരെ, റൗണ്ട് 8 വരെ 2 ബിറ്റ്സ് വെച്ച് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. 2 ബിറ്റ്സ് ഷിഫ്റ്റ് ചെയ്യുന്നു. അതുപോലെ റൗണ്ട് 9 1 ബിറ്റ് ഷിഫ്റ്റ് ചെയ്യുന്നു. അതുപോലെ റൗണ്ട് 10 മുതൽ റൗണ്ട് 15 വരെ 2 ബിറ്റ്സ് ഷിഫ്റ്റ് ചെയ്യുന്നു. ലാസ്റ്റത്തെ 16th റൗണ്ടിൽ 1 ബിറ്റാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്. ഇതാണ് ലെഫ്റ്റ് സർക്കുലർ ഷിഫ്റ്റിൽ നടക്കുന്നത്. അതുപോലെ തന്നെ പെർമ്യൂട്ടേഷൻ, അതായത് 3 ടൈപ്പ് പെർമ്യൂട്ടേഷൻ ഉണ്ട്. എക്സ്പാൻഷൻ പെർമ്യൂട്ടേഷൻ, സബ്സ്റ്റിറ്റ്യൂഷൻ പെർമ്യൂട്ടേഷൻ ആൻഡ് സ്ട്രേറ്റ് പെർമ്യൂട്ടേഷൻ. ഇതിൽ നേരത്തെ പറഞ്ഞതുപോലെ സിംഗിൾ റൗണ്ട് DS അൽഗോരിതത്തിൽ അതായത് റൗണ്ട് 1 റൈറ്റ് ഹാഫ് അതിന്റെ എക്സ്പാൻഷൻ പെർമ്യൂട്ടേഷൻ ഉണ്ട്. എക്സ്പാൻഷൻ പെർമ്യൂട്ടേഷൻ, ഈ എക്സ്പാൻഷൻ പെർമ്യൂട്ടേഷനിൽ 32 ബിറ്റ്സിനെ എക്സ്പാൻഡ് ചെയ്തിട്ട് 48 ബിറ്റ്സ് ആക്കി മാറ്റുന്നു.
നമ്മൾ ഒരു 16 ബിറ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെയാണ് ഇത് 48 ബിറ്റ്സ് ആവുന്നത്. അത് ഓക്കെ, ഇത് എക്സ്പാൻഷൻ പെർമ്യൂട്ടേഷൻ്റെ ഒരു പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ടേബിളാണ്. അതായത് ആദ്യത്തെ 32 ബിറ്റ്സ്, ഫസ്റ്റ് 32 ബിറ്റ്സ് ഇവിടെ നിന്ന് വരുന്ന, അതായത് റൗണ്ട് 1ൻ്റെ റൈറ്റ് ഹാഫിൽ നിന്ന് വരുന്ന 32 ബിറ്റ്സ് ഇവിടെ സാധാരണ എഴുതുന്ന പോലെ 32 ബിറ്റ്സ് എഴുതി, അതിനുശേഷം 16 ബിറ്റ്സ് നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഇതിൽ 32 ബിറ്റ്സ് ഉണ്ട്. അതായത് 32 ബിറ്റ്, അതായത് 32ാമത്തെ ബിറ്റിൻ്റെ 32ാമത്തെ പൊസിഷനിലുള്ള ബിറ്റ് ഇവിടെ വരുന്നു. അങ്ങനെ എല്ലാത്തിൻ്റെയും സെയിം സ്റ്റെപ്പായിട്ട് എഴുതുന്നു. ഇതൊരു പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ടേബിളാണ്. എക്സ്പാൻഷൻ പെർമ്യൂട്ടേഷൻ്റെ ഒരു പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ടേബിളാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ എക്സ്പാൻഷൻ പെർമ്യൂട്ടേഷനിൽ നിന്ന് വരുന്ന 48 ബിറ്റ്സിനെ എക്സോർ ചെയ്യുന്നു. ഈ കീയും ഈ 48 ബിറ്റ്സും കൂടി എക്സോർ ചെയ്ത് സബ്സ്റ്റിറ്റ്യൂഷൻ പെർമ്യൂട്ടേഷൻ ചെയ്യുന്നു. അതായത് അത് പറയുന്നത് എക്സ് ബോക്സ് പെർമ്യൂട്ടേഷനാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് സബ്സ്റ്റിറ്റ്യൂഷൻ പെർമ്യൂട്ടേഷൻ എന്ന് വെച്ചാൽ അതിൽ 8 എക്സ് ബോക്സ് ഉണ്ടാവും. അതിൽ ഈ ഫിഗറിൽ ഇതിൽ 64, അതായത് ഈ പ്രീവിയസ് റൗണ്ടിൽ നിന്ന് വരുന്ന ഇതിൽ നിന്ന് 40 എക്സോർ ചെയ്ത് പ്രീവിയസ് റൗണ്ടിൽ നിന്ന് വരുന്ന ഇതിനെ സബ്സ്റ്റിറ്റ്യൂഷൻ പെർമ്യൂട്ടേഷൻ, അതായത് ഇതിൽ 6 ഇൻപുട്ടിനെ 6 ബിറ്റ്സിനെ എക്സ് ബോക്സിൻ്റെ ഇൻപുട്ട് ബിറ്റ്സായിട്ട് എടുക്കുന്നു. അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് 4 ബിറ്റ്സ് ഔട്ട്പുട്ട് ആയിട്ട് അത് പ്രൊഡ്യൂസ് ചെയ്യും. അതായത് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ബിറ്റ്, ഇൻപുട്ടിൻ്റെ ഫസ്റ്റ് ലാസ്റ്റ് ബിറ്റും ഡിഫൈൻ ചെയ്യുന്നത് റോ ആയിട്ടാണ്. അതുപോലെ തന്നെ മിഡിലുള്ള 4 ബിറ്റ്സ് ഡിഫൈൻ ചെയ്യുന്നത് കോളം ആയിട്ടാണ്. ഇതൊരു എക്സാമ്പിളാണ്. ഇൻപുട്ട് എന്ന് പറയുന്നത്, ഇൻപുട്ട് നമുക്ക് എക്സാമ്പിളായിട്ട് എടുത്തേക്കുന്നത് 0 1 1 0 0 1. ഇതിൽ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ബിറ്റ്, ഫസ്റ്റ് ബിറ്റ് 0, ലാസ്റ്റ് ബിറ്റ് 1. ഇതിനെ 2⁻0 2⁻1 ചെയ്യണമെങ്കിൽ 2⁻0, അതായത് 1, അതായത് റോ 1 ആയിട്ട് എടുക്കുന്നു. അതുപോലെ തന്നെ മിഡിൽ ബിറ്റ്സ്, നടുക്കുള്ള 4 ബിറ്റ്സ്, അതായത് 1 1 0 0, അതായത് അത് 12 ആണ്. അതുകൊണ്ട് കോളം 12 ആയിട്ട് എടുക്കുന്നു. അതുപോലെ ഈ റോ 1, അതായത് റോ 1ൽ കോളം 12 ആയിട്ടുള്ള അവിടെ പൊസിഷനിലുള്ള അതാണ് എക്സ് ബോക്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതാണ്. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഇവിടെ 9 കിട്ടുന്നു. ആ 9നെ ബൈനറിയിലേക്ക് ആക്കുന്നു. ബൈനറിയിലേക്ക് ആക്കുമ്പോൾ 0 1 1 0 0 1, അതിൻ്റെ 4 ഔട്ട്പുട്ട് എടുക്കുന്നു. അതായത് 1 0 0 1. ഇതാണ് ഇതിൻ്റെ ഈ എക്സാമ്പിളിൻ്റെ ഔട്ട്പുട്ട്. അത് ഈ സബ്സ്റ്റിറ്റ്യൂഷൻ പെർമ്യൂട്ടേഷൻ്റെ ഒരു ഫിഗറാണ് അടിയിൽ തന്നിരിക്കുന്നത്. അതായത് 32 ബിറ്റ്, അതായത് റൗണ്ട് 1ലെ 32 ബിറ്റ്, അതിനെ എക്സ്പാൻഷൻ പെർമ്യൂട്ടേഷൻ ചെയ്ത് 48 ബിറ്റാക്കി മാറ്റുന്നു. അതിനെ എക്സോർ ചെയ്യുന്നു. അതിൻ്റെ ഒപ്പം തന്നെ 48 ബിറ്റ്സ് കീ ഉണ്ട്, അതിനെ രണ്ടിനും കൂടി എക്സ്പാൻഡ് ചെയ്യുന്നു. അപ്പോൾ കിട്ടുന്ന ഇൻപുട്ട്, അതായത് ആ പ്രീവിയസിൽ നിന്ന് വരുന്ന 6 എണ്ണം, അതായത് 6 ബിറ്റ്സ് ഇൻപുട്ടായിട്ട് എടുക്കുന്നു. അതായത് എക്സ് ബോക്സിൽ 8, അതായത് സബ്സ്റ്റിറ്റ്യൂഷൻ പെർമ്യൂട്ടേഷനിൽ 8 എക്സ് ബോക്സസ് ഉണ്ട്. അതിൽ 6 എണ്ണം ഇൻപുട്ടായിട്ട് വരുന്നു. എല്ലാത്തിലും 6 എണ്ണം ഇൻപുട്ടായിട്ട് വരുന്നു. അത് 4 ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അത് പെർമ്യൂട്ടേഷൻ ചെയ്ത് 32 ബിറ്റ്സ് ആക്കി മാറ്റുന്നു. ഇതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ പെർമ്യൂട്ടേഷൻ്റെ വർക്കിംഗ്. ഇതാണ് DES എൻക്രിപ്ഷൻ. അതുപോലെ തന്നെ ഇതാണ് DES എൻക്രിപ്ഷൻ. അതുപോലെ തന്നെ DES ഡീക്രിപ്ഷൻ എന്ന് വെച്ചാൽ DES എൻക്രിപ്ഷൻ പോലെ തന്നെ സെയിം ആണ്. ബട്ട് ഇതിൽ ഇൻവേഴ്സ് ഇനീഷ്യൽ പെർമ്യൂട്ടേഷൻ ആണ് ഇതിൽ ചെയ്യുന്നത്. അതാണ് DES എൻക്രിപ്ഷനും DES ഡീക്രിപ്ഷനും തമ്മിലുള്ള വ്യത്യാസം. DES എൻക്രിപ്ഷനിൽ പ്ലെയിൻ ടെക്സ്റ്റിനെ കൺവേർട്ട് ചെയ്ത് സൈഫർ ടെക്സ്റ്റ് ആക്കി മാറ്റുന്നു യൂസിങ് കീ ഉപയോഗിച്ച്. DES ഡീക്രിപ്ഷനിൽ നേരെ തിരിച്ച് സൈഫർ ടെക്സ്റ്റിനെ പ്ലെയിൻ ടെക്സ്റ്റ് ആക്കി മാറ്റുന്നു. പിന്നെ നെക്സ്റ്റ് ആണ് സ്ട്രെങ്ത് ഓഫ് DES. അതായത് ഇതിൽ സബ്സ്റ്റിറ്റ്യൂഷൻ പെർമ്യൂട്ടേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ക്രിപ്റ്റോ അനാലിസ്റ്റിന് ഇതിൻ്റെ പ്ലെയിൻ ടെക്സ്റ്റ് കണ്ടുപിടിക്കാൻ ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും. കൂടാതെ ഇത് 56 ബിറ്റ് കീ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്ലെയിൻ ടെക്സ്റ്റ് കണ്ടുപിടിക്കാൻ ഡിഫിക്കൽട്ടായിരിക്കും. സോ ഇതാണ് DES എൻക്രിപ്ഷനും DES ഡീക്രിപ്ഷനും. താങ്ക് യു.